എത്തിച്ച് വീണ്ടും ചേലക്കരയിലേക്ക് പോയാൽ അവിടെ ദേശമംഗലത്ത് അരുൺ അമർനാഥുണ്ട്. അരുൺ, ഈ ചേലക്കരയുടെ ചേലിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിംഗ് ദിവസങ്ങളിലെല്ലാം അരുൺ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനോഹരമായ സൂര്യോദയമൊക്കെ കാണാൻ കഴിയുന്ന ഒരു ദിവസമാണ്. കാരണം രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്താൻ പോകുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ സംഘവുമുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അത് പോളിംഗ് ബൂത്താണോ? അവിടുത്തെ വിശേഷങ്ങൾ എന്താണ്? ഈ രാവിലെ അവിടുത്തെ വർത്തമാനം എന്താണ്? രതീഷ്, ഗുഡ് മോർണിംഗ്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കര അങ്ങനെ മനോഹരമായി ശാന്തമായ പ്രദേശമാണ്. പക്ഷേ ഉള്ളു തിളയ്ക്കുന്ന രാഷ്ട്രീയം ചേലക്കരയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊണ്ടയൂർ സ്കൂളിലെ ബൂത്തിലാണ്. നേരത്തെ ഷിനോജ് സൂചിപ്പിക്കുകയുണ്ടായി ഇടത് കോട്ടയെന്ന്. അത്തരത്തിൽ പറയാൻ സാധിക്കുന്ന ദേശമംഗലം പഞ്ചായത്ത് സഖാവ് UR പ്രദീപിൻ്റെ LDF സ്ഥാനാർത്ഥി UR പ്രദീപിൻ്റെ മണ്ഡലമാണ്. വോട്ട് ചെയ്യാൻ UR പ്രദീപ് വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 800 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. അതിൽ 400-ലധികം CPM വോട്ടുകളാണ്. അത്തരത്തിൽ CPMന് സ്വാഭാവികമായും ആത്മവിശ്വാസമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ദേശമംഗലം പഞ്ചായത്ത് എന്നുള്ളത്. പക്ഷേ ഈ ചേലക്കരയിൽ നമ്മൾ കണ്ട ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ഉണ്ടായ ഒരു പ്രതീതി എന്ന് പറഞ്ഞാൽ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം ഉണ്ടാകും എന്ന രീതിയിലേക്കുള്ളൊരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ അത് UDFനാണെങ്കിലും BJPക്കായാലും അവരുടെ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. UDF ഈ ദേശമംഗലത്തൊക്കെ നമ്മൾ 2-3 തവണ ഈ ദേശമംഗലത്ത് തന്നെ രമ്യയെ കാണാൻ വന്നിട്ടുണ്ട്, രമ്യ ഹരിദാസിനെ കാണാൻ വന്നിട്ടുണ്ട്. ഈ ശക്തി കേന്ദ്രങ്ങളെല്ലാം ആഴ്ന്നിറങ്ങിയുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു രമ്യ ഹരിദാസ് നടത്തിയത്, UDF നടത്തിയത്. ഒപ്പം തന്നെ BJPയുടെ പ്രചരണവും ശ്രദ്ധേയം തന്നെയായിരുന്നു. അത്തരത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന ലെവലിലേക്ക് ഫോക്കസ് മാറ്റിയെടുക്കാനുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ഇവിടുത്തെ സഖാക്കളോടൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത്തവണ കുറച്ച് ടൈറ്റ് ആകും എന്നുള്ളൊരു കാര്യമൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് പോരാട്ടം മാറുമോ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇടതിന് ഒരു എഡ്ജുള്ള ഒരു മുൻതൂക്കമുള്ള മണ്ഡലം, അവിടെ ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളിലൊക്കെ ആഴ്ന്നിറങ്ങിയുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ടേൺ ഓവർ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഫോക്കസ് പോകുന്നത്. ഈ രാഷ്ട്രീയമായി വലിയ പ്രധാനപ്പെട്ട മത്സരമാണ് LDFനെ സംബന്ധിച്ച് ചേലക്കരയിൽ നടക്കുന്നത്. അതേസമയം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് UDFനും വളരെ വളരെ പ്രധാനമാണ്. അരുൺ, പിന്നിലെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും? അവിടെ മോക്ക് പോളിംഗ് നടക്കുകയാണോ? മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് നേരത്തെ തന്നെ പോവുകയാണെങ്കിൽ 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചതുമാണ്. അപ്പോൾ നേരത്തെ ഞാൻ ബൂത്തിനെ പറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ 1224 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. ഈ സമയ ക്രമീകരണം ഉൾപ്പെടെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. UR പ്രദീപ് LDF സ്ഥാനാർത്ഥി 7 മണിക്ക് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 6 മണിയോടുകൂടെ തന്നെ ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചു. ക്രമീകരണങ്ങളും നടപടികളും എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മോക്ക് പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച രാഷ്ട്രീയമായ ചർച്ച നടക്കുന്ന അത്തരത്തിലുള്ള തിളച്ചു മറിയുന്ന രാഷ്ട്രീയം നടക്കുന്ന ചേലക്കരയിൽ എന്താകും എന്നുള്ളൊരു ക്ലൈമാക്സിലേക്കൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടെ തന്നെ ആകാംക്ഷയോടെ തന്നെ എല്ലാ മുന്നണികളും കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഈ ഒരു മണിക്കൂറിൽ നടത്തുന്നതാണ്. 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാർ ചേർന്ന് പരിശോധിക്കുന്നു, ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധിക്കുന്നു. അതിൻ്റെ ആ നടപടിക്രമമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നടക്കം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് യഥാർത്ഥ പോളിംഗിലേക്ക് കടക്കാൻ പോകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശമംഗലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. അതിനൊപ്പം തന്നെ വിവിധ ഇടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യാസിൽ നമുക്ക് കാണാം. ഇന്ത്യാസ് നിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂരിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂരിലാണ്. ഇന്ത്യാസ്, രാവിലെ നിലമ്പൂരിലെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് കമൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. മണ്ഡലത്തിൻ്റെ പൊതുവായൊരു സ്വഭാവം. ഇപ്പോൾ 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. നിലമ്പൂരിൽ വോട്ടെടുപ്പും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുമൊക്കെ എങ്ങനെയാണ് പുരോഗമിച്ചത് ഇന്നലെയൊക്കെ? ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ ക്യൂ ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂർ മണ്ഡലത്തിലെ ചെട്ടിയങ്ങാടി ഗവൺമെൻറ് മോഡൽ UP സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ 6 മണി 6:30 കൂടി തന്നെ ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങും, വോട്ട് ചെയ്യാനുള്ള ആളുകൾ എത്തിത്തുടങ്ങും. ഇപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലേക്കൊക്കെ ഇവിടെ
എത്തി വരുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇവിടെ ഇന്ന് PV അബ്ദുൽ വഹാബ് MP വോട്ട് ചെയ്യുന്ന ഒരു ബൂത്ത് കൂടിയാണ് ചെട്ടിയരങ്ങാടി ഗവൺമെൻറ് UP സ്കൂളിലെ ബൂത്ത്. പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ ഈ 3 മണ്ഡലങ്ങളിലായിട്ട് നമുക്ക് 6,45,755 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരെന്ന് പറയുന്നൊരു പുരുഷന്മാരാണ്. 3,25,535 പുരുഷ വോട്ടർമാരാണ് നമുക്ക് ആകെയുള്ളത് മലപ്പുറം ജില്ലയിലുള്ളത്. 3,20,214 സ്ത്രീ വോട്ടർമാരുമുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായിട്ട് 6 പേരാണ് ജില്ലയിലുള്ളത്. ജില്ലയിലാകെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മേഖലകളിലായി നമുക്ക് 595 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ഇതിൽ പ്രശ്നബാധിത ബൂത്തുകളായിട്ട് 26 പറയുന്നുണ്ട്. ഏറനാട്ടിൽ 5, നിലമ്പൂരിൽ 10, വണ്ടൂരിൽ 4 എന്നിങ്ങനെയാണ് പ്രശ്നബാധിത ബൂത്തുകളായിട്ട് പറയുന്നത്. 2,975 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലാകെ ഈ പോളിംഗിനായിട്ട് വിന്യസിച്ചിട്ടിരിക്കുന്നത്. നിലമ്പൂരിലെ കഥ പറയുമ്പോൾ, ഏറനാട്ടിലൊക്കെ പറയുമ്പോൾ നിലമ്പൂർ മണ്ഡലം പൂർണ്ണമായിട്ടും, നിലമ്പൂർ നഗരസഭ പൂർണ്ണമായിട്ടും നിൽക്കുന്നത് ചുങ്കത്തറയിൽ, പോത്തുകല്ലിൽ, അമരമ്പലത്ത് എന്നിങ്ങനെ തുടങ്ങി LDFും UDFും ഭാഗിച്ചു ഭരിക്കുന്ന ഒരു നിലമ്പൂർ നഗരസഭയാണിത്. ചുങ്കത്തറയിൽ LDF, പോത്തുകല്ലിൽ LDF, അമരമ്പലത്ത് LDF, വഴിക്കടവിൽ UDF, എടക്കരയിൽ UDF, മുത്തേടത്ത് UDF, കരുളായിൽ UDF എന്നിങ്ങനെയാണ് നിലമ്പൂർ നഗരസഭയുടെ ഒരു പൊതുചിത്രം. അതിൽ പ്രധാനമായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം, മണ്ഡലത്തിൽ ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ അമരക്കാരനായ PV അൻവർ MLA ഉണ്ടാക്കിയ വിവാദങ്ങൾ, അദ്ദേഹം പാർട്ടി വിടുന്ന ഒരു സാഹചര്യം, നിലമ്പൂരിൽ കഴിഞ്ഞ കുറച്ചു കാലമായി LDFനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച PV അൻവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി നിലപാട് വിശദീകരിക്കുന്നു. നിലമ്പൂരിൽ തന്നെ രാഷ്ട്രീയ വിശദീകരണം നടക്കുന്നു. അതിന് മറുയോഗം CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അങ്ങനെ അൻവറിന്റെ നിലപാട് മാറ്റം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെങ്കിലും അത് പ്രകടമാകും എന്നൊരു വിലയിരുത്തലുണ്ടോ? അതൊരു ഘടകമാണ് എന്നതുണ്ടോ? അത് എങ്ങനെ ബാധിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. കാരണം ആ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയ പൊളിളക്കം ചെറുതൊന്നുമല്ല. ഒരു വലിയ രീതിയിൽ നിലമ്പൂരിൽ ഒരു സംഘം രൂപപ്പെടുന്നു. PV അൻവറിനൊപ്പമുള്ള ഒരു സംഘം, PV അൻവറിൻ്റെ കൂടെ നിന്നവർ മറുവിഭാഗമായി ചെരിതിരിഞ്ഞ് മറ്റൊരു സംഘം. ഈ രീതിയിൽ നിലമ്പൂരിൽ വലിയ കോളിളക്കമുണ്ടായ രാഷ്ട്രീയ വിഷയമാണത്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം വരുമ്പോൾ ഇവരൊക്കെ എവിടെ നിൽക്കുന്നു, DMKയിൽ തന്നെ ഉള്ളവർ എത്രത്തോളം, ഇതൊക്കെ ഒരുപക്ഷെ അറിയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും നിലമ്പൂരിലേത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. വിഷയത്തിൽ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലമ്പൂർ മേഖല, അതായത് നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മേഖല എന്ന് പറയുന്നത് വനമേഖലകൾ കൂടെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം 2,26,541 വോട്ടർമാരുണ്ട്. അതിൽ ഈ നിലമ്പൂരിൽ മാത്രം 209 ബൂത്തുകളാണുള്ളത്. അതിൽ തന്നെ പ്രശ്നസാധ്യതാ ബൂത്തുകളായിട്ട് 17 പറയുന്നുണ്ട്. അതിൽ ഇതിൻ്റെ മാത്രവുമല്ല, ഇവിടെ തന്നെ ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളും സജ്ജീകരിച്ച ഒരു ഏരിയ കൂടെയാണിത്. മുണ്ടേരി വനത്തിലെ വാണിയമ്പുഴ, വഴിക്കടവ് വനത്തിലെ പുഞ്ചക്കൊല്ലി, അതുപോലെ തന്നെ കരുളായി, നെടുങ്കയം, ഇത്തരം ഭാഗങ്ങളിലാണ് നമുക്ക് പ്രത്യേക ട്രൈബൽ ബൂത്തുകളായിട്ടുള്ളത്. ഇതിൽ വാണിയമ്പുഴ നഗറിൽ മാത്രം 258 വോട്ടർമാരുണ്ട്. ഇത് വാണിയമ്പുഴ എന്ന് പറയുന്നത് ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ, തരിപ്പൊടി എന്നീ ഭാഗങ്ങൾ ചേർന്നതാണ് ഈ വാണിയമ്പുഴ എന്ന് പറയുന്നത്. പുഞ്ചക്കൊല്ലിയിൽ, അതായത് പുഞ്ചക്കൊല്ലി നഗറിൽ നമുക്ക് അതുപോലെ തന്നെ 231 ആദിവാസി വോട്ടർമാരുണ്ട്. പുഞ്ചക്കൊല്ലി, അളക്കൽ എന്നീ 2 പ്രദേശങ്ങൾ കൂടി ചേരുന്നതാണ് ഈ പുഞ്ചക്കൊല്ലി നഗർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന് കരുളായി, നെടുങ്കയത്തെ ഒരു ബൂത്താണ്. അവിടെ നമുക്ക് 462 വോട്ടർമാരാണ് കരുളായി, നെടുങ്കയം നഗറിലുള്ളത്. നെടുങ്കയം, മുണ്ടക്കടവ്, മാഞ്ചേരി തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഈ കരുളായി, നെടുങ്കയം ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം വോട്ടർമാരുണ്ട്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കാണാൻ പോകുന്നൊരു കാഴ്ച, ഈ ആദിവാസി നഗറിലെല്ലാം ചെന്നുകൊണ്ട് പ്രവർത്തകർ, ഈ 3 മുന്നണികളുടെയും പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. അവിടെയുള്ള ആളുകളെയെല്ലാം വോട്ട് ചെയ്യാൻ പതിവായിട്ട് ഇറങ്ങാത്ത ആളുകളെയെല്ലാം ജീപ്പിലും മറ്റും ഓട്ടോറിക്ഷയിലുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. അതല്ലെങ്കിൽ അവരുടെ വനത്തിനുള്ളിൽ സജ്ജീകരിച്ച ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ എല്ലാ തവണയും ഇവിടെ കാണാറുള്ളതാണ്. ഇത്തവണയും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് നേരത്തെ കമലും പറഞ്ഞത്. കാരണം ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പല ആളുകളും ഒക്കെ സ്ഥലത്തുണ്ടാകില്ല. ഇനി വോട്ട് ചെയ്യാൻ വിമുഖതയുള്ള ആളുകളെയും ഒക്കെ എത്തിക്കാനുള്ള പ്രത്യേകമായ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം പ്രധാനമാണ് ഓരോ വോട്ടും എന്നതിൽ സംശയമില്ല. 90